ഹലോ, നമുക്കിത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിലും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ പല പല വെറൈറ്റി അപ്പങ്ങൾ ചുട്ടെടുത്താലോ. ഒരൊറ്റ മാവിൽ ഞങ്ങളുടെ നാട്ടിൽ കുത്തപ്പം ഓട്ടട എന്നൊക്കെ പറയും കേട്ടോ. ആദ്യം തന്നെ 2-4 മണിക്കൂർ വെള്ളത്തിലിട്ട പച്ചരി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അത് ഇതേപോലെ തന്നെ അരച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും നല്ല അയവിൽ വേണം അരച്ചെടുക്കാൻ. എന്നാലും നമ്മൾ കുത്തപ്പത്തിന് നല്ല മഴ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് മണ്ണിൻ്റെ ഓട്ടുചട്ടി എന്നൊക്കെ പറയും. ഇതേപോലെ തന്നെ പത്തിരിച്ചട്ടി ഉണ്ടാകും. കുറച്ച് ആയില്ല അത് അടുപ്പത്ത് വെച്ച് നല്ലൊന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് ഒരു 1.5 കയ്യിൽ മാവ് മാത്രമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ സാധാരണ കുത്തപ്പം അല്ലെങ്കിൽ ഓട്ടട റെഡി ആയിട്ടോ. ഇനിയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് ചുട്ടെടുക്കേണ്ടത്. പിന്നെ നമുക്കത് വാങ്ങിയതിന് ശേഷം അതിലേക്ക് 1.5 കയ്യിലോ അല്ലെങ്കിൽ 1 കയ്യിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതേപോലെ തന്നെ കുറച്ച് ഉള്ളി തക്കാളിയും കൂടെ മിക്സ് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു മുളകിൻ്റെ പൊടി ഈ തക്കാളി ഉള്ളിലേക്കും മാത്രം ആവശ്യത്തിന് മാത്രമല്ല കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് എന്നിട്ട് മൂടി വെച്ചാണ് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല വെറൈറ്റി ആയിട്ട് നല്ല ഊത്തപ്പം പോലത്തെ നല്ല കുത്തപ്പം ഇവിടെ റെഡി ആയി കിട്ടും. അതൊരു വെറൈറ്റി അല്ലേ. ഇനി നമുക്ക് വേറൊരു വെറൈറ്റി നോക്കിയാൽ അങ്ങനെ എത്ര വെറൈറ്റി കിടക്കണേ അറിയാം. പിന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ കോഴിമുട്ടൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല മുട്ട ഓട്ടട ഇവിടെ റെഡിയാക്കുന്നത്. വളരെ സിമ്പിളാണ് ഇതൊക്കെ ഉണ്ടാക്കാനും. പിന്നെ അതേപോലെ നമുക്ക് അത് വാങ്ങിയതിന് ശേഷം നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മാവും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് അതേപോലെ തന്നെ സവോളയും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഒരു വെറൈറ്റി ആയിട്ട് കാണാൻ നല്ല രസത്തിലൊരു ഉത്തപ്പം കൂടി ചുട്ടെടുക്കാം കേട്ടോ. ഇവിടെ മൂടി വെച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് വേറൊരു അപ്പം കൂടി ചുട്ട് അങ്ങനെ എത്ര വെറൈറ്റി ഉണ്ടാക്കാമെന്നല്ലോ. പിന്നെ നമുക്ക് രാത്രിക്കത്തെ മസാല ഉണ്ടാവും. മീനിൻ്റെ മസാലയൊക്കെ ചെമ്മീൻ്റെ മസാലയൊക്കെ അതും ചേർത്താണ് നല്ല വെറൈറ്റി ആയിട്ട് ചെമ്മീൻ ഊത്തപ്പം കൂടി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഒരുപാട് ഊത്തപ്പങ്ങൾ റെഡിയാക്കുക. നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഊത്തപ്പങ്ങൾ റെഡിയാക്കാം. പിന്നെ രാവിലെ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കി അത് വെച്ചിട്ട് നല്ല കിടില ഊത്തപ്പം കൂടി റെഡിയാക്കി എടുത്തേക്കണേ. അപ്പോൾ എത്ര വെറൈറ്റി ഞാൻ ചുട്ടെടുത്തത്, ഇതുപോലെ എത്ര വെറൈറ്റി നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.